നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരം 24ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരവേദിയിൽ പിന്തുണ അറിയിച്ച് കോൺഗ്രസ്, BJP നേതാക്കന്മാർ അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരവേദി സന്ദർശിച്ചിരുന്നു. മാത്രമല്ല, മഴ പെയ്തപ്പോൾ അവർ കെട്ടിരുന്ന ടാർപോളിൻ പോലീസ് അഴിച്ചു മാറ്റി. ഇതേ തുടർന്ന് അവർക്ക് കുടയും അതുപോലെ തന്നെ റെയിൻകോട്ടും ഒക്കെ കേന്ദ്ര സഹമന്ത്രി നൽകിയിരുന്നു. ഇതൊക്കെ വളരെ വിമർശിച്ചു LDF നേതാക്കന്മാർ. മാത്രമല്ല, അന്ന് അദ്ദേഹം ഈ സമരവേദി സന്ദർശിച്ചപ്പോൾ ആശാ വർക്കർമാർക്ക് നൽകിയിരുന്ന ഉറപ്പ്, വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയോട് ഈ കാര്യം സൂചിപ്പിക്കുമെന്ന്, മാത്രമല്ല കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും എന്നതടക്കമുള്ള ഒരു ഉറപ്പ് ആശാ വർക്കർമാർക്ക് സുരേഷ് ഗോപി നൽകിയിരുന്നു. എന്തായാലും ആ ഉറപ്പ് ഇപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനാണ് വീഴ്ച വന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ആശാ വർക്കറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി 120 കോടി രൂപ നൽകിയതാണെന്നും അദ്ദേഹം അറിയിച്ചു. സുരേഷ് ഗോപി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കർമാരുടെ സമരവും അവരുടെ പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ സംസ്ഥാന സർക്കാരാണ് പ്രശ്ന പരിഹാരം കാണേണ്ടത് എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന് അധികമായി 120 കോടി നൽകിയതാണെന്നും കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നമുണ്ടായാലും അതും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നുമായിരുന്നു കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ച സുരേഷ് ഗോപി സമരക്കാർക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. അതേസമയം ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് പണം നൽകേണ്ടത് എന്നതടക്കമുള്ള വാദത്തിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ആശാ വർക്കർമാർ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിമർശിച്ചിരുന്നു. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. ആശാ വർക്കർമാർക്ക് 13,000 രൂപ വരെ കിട്ടുന്നുണ്ടെന്നും ഇതിൽ 9,400 രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി ചൊവ്വാഴ്ച ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വ്യക്തമാക്കിയതാണ്. അതേസമയം ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് CITU നേതാവ് സുരേഷ് ഗോപിയെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ അടക്കമുള്ളവർ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരുന്നു. സുരേഷ് ഗോപി കുട കൊടുത്താൽ മാത്രമല്ല ആശാ വർക്കർമാർക്ക് മുത്തം കൊടുത്താലും തെറ്റില്ല എന്നും K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സുരേഷ് ഗോപി എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്ന് അറിയില്ല എന്നായിരുന്നു CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ വിമർശനം. കേരളം ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടവരാണ് ആശാ വർക്കർമാർ. എന്താ അതിൽ തെറ്റുള്ളതെന്ന് K സുരേന്ദ്രൻ ചോദിച്ചു. ഞങ്ങൾ അതിൽ ഒരു അശ്ലീലവും കാണുന്നില്ല. സുരേഷ് ഗോപി കുട കൊടുത്താൽ മാത്രമല്ല മുത്തം കൊടുത്താലും തെറ്റില്ല. മുത്തം കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് ആശാ വർക്കർമാർ. നാടിന്റെ മണിമുത്തുകളാണവർ. അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ ഒരു തെറ്റുമില്ല എന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്രം അനാവശ്യമായി ഒരു പൈസ പോലും പിടിച്ചു വെക്കില്ല. കേരള സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിച്ച് തടിതപ്പാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആശാ വർക്കർമാർക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. 2014 മുമ്പ് ആശാ വർക്കർമാർക്കും അങ്കണവാടി വർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ കിട്ടുന്നത്. എല്ലാ സംസ്ഥാന സർക്കാരുകളും ആശാ വർക്കർമാർക്ക് ഇവിടത്തേക്കാൾ കൂടുതൽ കൊടുക്കുന്നു. പതിവ് പല്ലവി വിജയിക്കാൻ പോകുന്നില്ല. വീഴ്ച കേന്ദ്രത്തിന്റേതല്ല, സംസ്ഥാന സർക്കാരിന്റേതാണ് എന്നും K സുരേന്ദ്രൻ വിമർശിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.